നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യ പറയുന്നത് പോലെയല്ല, അതുക്കും മേലെയാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സൗദി അറേബ്യ രംഗത്തെത്തിയിരിക്കുന്നു. അതേ, ഇനി ആവേശത്തിന്റെ പൊടിപ്പുരം തന്നെ സൗദിയിൽ കാണാൻ പോവുകയാണ്. അതായത് ലോകകപ്പ് ആവേശത്തിന് പുറകെ വീണ്ടും അറേബ്യൻ മണ്ണിലേക്ക് സന്തോഷ് ട്രോഫി ഫുട്ബോളും എത്തുന്നു. ആദ്യമായാണ് വിദേശ രാജ്യത്തെ മൈതാനത്ത് സന്തോഷ് ട്രോഫി നടക്കുന്നത്. ഈ സീസണിലെ സന്തോഷ് ട്രോഫി സെമി ഫൈനൽ മത്സരങ്ങളിൽ സൗദി അറേബ്യ വേദിയാക്കുകയും ചെയ്യും. സന്തോഷ് ട്രോഫിയെ ജനപ്രിയമാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അങ്ങനെ ഇതുവഴി സംസ്ഥാന താരങ്ങൾക്ക് കൂടുതൽ അവസരം ലഭിക്കുമെന്ന് ഫുട്ബോൾ അസോസിയേഷൻ പ്രതികരിക്കുകയുണ്ടായി. സോണൽ മത്സരങ്ങൾക്ക് പകരം ഗ്രൂപ്പ് മത്സരങ്ങളാണ് ഇത്തവണ ഉള്ളത്. അവസാന വാരത്തോടെയാകും സെമി ഫൈനൽ മത്സരങ്ങൾ. ഇത് സംബന്ധിച്ച് സൗദി ഫുട്ബോൾ ഫെഡറേഷനുമായി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ധാരണയായി കഴിഞ്ഞു. പ്രവാസി മലയാളികളുടെ മനസ്സിൽ നിന്ന് ഖത്തർ ലോകകപ്പിന്റെ ആവേശം മായ മുൻപ് തന്നെയാണ് സന്തോഷ് ട്രോഫിയുടെ വരവും സൗദി അറേബ്യയിലെത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് മത്സരഘടനയിൽ മാറ്റവും വരുത്തിയിട്ടുള്ളത്. ഇതുമാത്രമല്ല, മറ്റൊരു പ്രഖ്യാപനം കൂടി സൗദി അറേബ്യ നടത്തി കഴിഞ്ഞു. അതായത് പുണ്യനഗരങ്ങളായ മക്കയെയും മദീനയും ഇസ്ലാമിക ലോകത്തെ സാമ്പത്തിക ബിസിനസ് കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയുമായി സൗദി അറേബ്യ വാണിജ്യ മന്ത്രാലയം രംഗത്തെത്തിയിട്ടുണ്ട്. സൗദി സാമ്പത്തിക കാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ 3 കൊമേഴ്സ് ചേംബറുകൾ സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട കരാറിൽ സൗദി വാണിജ്യമന്ത്രി ഡോക്ടർ മാജിദ് അൽ ഖസബിയുടെ നേതൃത്വത്തിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനിൽ 57 അംഗരാജ്യങ്ങളുടെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ബുധനാഴ്ച ത്രികക്ഷി പങ്കാളിത്ത കരാറിൽ ഒപ്പുവയ്ക്കും. മക്ക ചേംബർ ഓഫ് കൊമേഴ്സ്, മദീന ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഇസ്ലാമിക് ചേംബർ ഓഫ് കൊമേഴ്സ്, ഇൻഡസ്ട്രി ആൻഡ് അഗ്രികൾച്ചർ എന്നിവ ചേർന്നാണ് മക്കയെയും മദീനയെയും സാമ്പത്തിക ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കുക. ലോകത്തിലെ പുണ്യനഗരങ്ങൾ എന്ന രീതിയിൽ മക്കയുടെയും മദീനയുടെയും വിശുദ്ധ പദവിയെ ഉപയോഗപ്പെടുത്തി കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും വ്യാപാര പ്രവർത്തനങ്ങൾക്കുള്ള ആകർഷണ കേന്ദ്രമാക്കി മാറ്റാനുമാണ് കരാർ ലക്ഷ്യമിടുന്നത്. ഇതിനായുള്ള സംയോജിത പദ്ധതികൾക്ക് 3 ചേംബർ ഓഫ് കൊമേഴ്സുകൾ നേതൃത്വം നൽകുമെന്ന് മക്ക ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ അബ്ദുള്ള സാലിഹ് കമാൽ പറഞ്ഞു. ഇസ്ലാമിക ലോകത്തെ സ്വാധീനമുള്ള നേതാക്കളുമായി സഹകരിച്ച് വിവിധ സംവാദങ്ങൾ, എക്സിബിഷനുകൾ, ഫോറങ്ങൾ, വർക്ക്ഷോപ്പുകൾ എന്നിവ സംഘടിപ്പിക്കുന്നതിലൂടെ വിശുദ്ധ നഗരങ്ങളിലെ ബിസിനസ് സാധ്യതകൾ ശക്തിപ്പെടുത്താനും പദ്ധതി ലക്ഷ്യമിടുകയാണ്. സാമൂഹികവും സാമ്പത്തികവുമായ വികസനം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം ഇസ്ലാമിക മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിൽ 2 വിശുദ്ധ നഗരങ്ങളുടെ പങ്ക് ഉയർത്തിക്കാട്ടുന്ന സൗദി വിഷൻ 2030 ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായാണ് ഇവയെ സാമ്പത്തിക ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള കരാറിന് മദീന ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ മുനീർ മുഹമ്മദ് നാസർ അഭിപ്രായപ്പെടുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.